അങ്ങനെ ഞങ്ങൾ കഴുതുരുട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അവിടുന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് പുറപ്പെട്ടു. ഏകദേശം 5:20 ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു മലയോര പ്രദേശമാണ്. ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാടൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു KSRTC പോകുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നല്ല അത്യാവശ്യം കട്ടറൊക്കെ ഉള്ള റോഡാണ്. അങ്ങനെ ഞങ്ങൾ എസ്വളം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കേരളത്തിൽ നിന്ന് അവസാനം എടുക്കുന്ന വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു വലിയൊരു ട്രക്കൊക്കെ പോകുന്നുണ്ട്. ഒട്ടും മുന്നേ ആയിട്ട് ഒരു കേരളത്തിലെ ട്രാവലറൊക്കെ പോകുന്നുണ്ട്. വലിയ പ്ലാനൊന്നും ഇല്ലാതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ജസ്റ്റ് തമിഴ്നാട് കണ്ടിട്ട് തിരിച്ചു വരാം എന്നൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അങ്ങോട്ട്. അവിടെ ഞങ്ങൾക്ക് സുന്ദരപാണ്ഡിപുരം എന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു ആഗ്രഹം. അവിടെ ഞങ്ങൾ നേരെ പുറപ്പെട്ടു. ആ കാണുന്ന മലയാണ് കേരളം. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. മൊത്തം വയലും അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ കടകളും വീടുകളൊക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ദൂരെ തൊട്ട് നോക്കുന്നതോറും വയലും പിന്നെ കുറേ മലകളും ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നല്ല കാണുന്ന രണ്ട് മേഘങ്ങൾ കണ്ടു. ഇവിടെയൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ നല്ല സ്ഥലമാണ്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്നാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ മതി. നല്ല വിഷ്വൽസൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല നല്ല നെൽപ്പാടങ്ങളും പ്രകൃതി രമണീയമാണ് ഈ ഒരു സ്ഥലം. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ കേരളം. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ പോകുകയാണ്. മുന്നോട്ട് പോകുന്നതോറും സമയം ഒരുപാട് ഞങ്ങളുടെ മുന്നിലോട്ട് കടന്നു പോകുന്നു. അങ്ങനെ ഒരു KSRTC കണ്ടു. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ തന്നെയുണ്ട് ഈ ഒരു എസ്വളമിൽ നിന്നും സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള ഒരു യാത്ര. പിന്നെ ഞങ്ങൾ ഈ കാണുന്ന ഒരു ചെറിയൊരു അമ്പലത്തിനോട് കുറച്ച് നിർത്തിയൊക്കെ ഇട്ടു ഞങ്ങൾ വണ്ടി. പിന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുറന്നു. സ്കൂളൊക്കെ വിട്ടു, കുട്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ചെറിയ ചെറിയ വഴികളാണ്, പക്ഷേ വലിയ വലിയ വണ്ടികളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഇത് തെങ്കാശി സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു സ്ഥലമാണിത്. പിന്നെ നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കുറച്ച് ചുറ്റിയാലും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. 400 രൂപ മുടക്കി ഞങ്ങൾ ഈ ഒരു സുന്ദരപാണ്ഡിപുരത്ത് എത്തി. ഇരുട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. ഇതിൽ കിടിലൻ വീഡിയോസ് വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ.